നമ്മളിന്ന് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം മാരുതി സുസുക്കിയുടെ ഒരു മോഡലായ സ്വിഫ്റ്റ് എന്നുള്ളത് അവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആയ ഏറ്റവും കൂടുതൽ സെയിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തൊരു മോഡലാണ്. സോ നമ്മളിന്ന് അതിൻ്റെ വില എത്രയാണ്, എത്ര രൂപ നമുക്കത് ലോണായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ EMI അടയ്ക്കേണ്ടി വരും, എത്ര രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഏറ്റവും ബേസ് മോഡലായ സ്വിഫ്റ്റിൻ്റെ LXi പെട്രോൾ എന്ന വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോറൂം പ്രൈസ് 6 ലക്ഷം രൂപയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ RTO, ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം ആഡ് ആകുമ്പോൾ ഓൺ റോഡ് പ്രൈസ് 7,07,000 രൂപ വരും. സോ നിങ്ങൾ ലോണൊന്നും എടുക്കുന്നില്ല, നിങ്ങൾ റെഡി ക്യാഷായിട്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 7,07,000 രൂപയാണ് ഒരു ഏകദേശ വില. നിങ്ങൾ നിങ്ങളുടെ ഡീലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് തന്നെ വാഹനം വാങ്ങുക. കാരണം ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവും, പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വിലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റെഡി ക്യാഷായിട്ട് വാങ്ങുകയാണെങ്കിൽ 7,07,000 രൂപയോളായിരിക്കും വണ്ടിയുടെ വില വരിക. ഓക്കെ, ഇനി നിങ്ങൾ ലോണായിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ EMI, എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ പലിശ ഇവിടെ ഏകദേശം 9% ആണ് വരിക. ഇൻട്രസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ 9% ആണ് ഏകദേശം വരുന്നത്. ഇത് ബാങ്ക് ടു ബാങ്ക് ഡിഫറൻസ് ഉണ്ടാകും, പക്ഷേ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ളത് 9ൻ്റെ അടുത്തായതുകൊണ്ട് 9 വെച്ചാണ് നമ്മളിന്ന് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, സോ ഒരു ലോണിൻ്റെ പീരീഡ് ഓഫ് മാക്സിമം ലോൺ ടെൻഡറായ 7 ഇയേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. 7 വർഷക്കാലത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ വരുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 7,07,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഓക്കെ, സോ ഡൗൺ പേയ്മെൻറ്റ് അല്ലേ, ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ കയ്യിൽ നിന്നും കൂടെ നമ്മൾ ഇറക്കേണ്ടി വരും. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുക. ഇവിടെ അത് 1,06,000 രൂപയാണ്. കാരണം 15% മിനിമമായിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്. മാക്സിമം നമുക്ക് എത്രയും കൊടുക്കാം, മിനിമം നിങ്ങൾ 1,06,000 രൂപയെങ്കിലും നിങ്ങൾ കാർ വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇത് 15%. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ലോൺ എടുക്കേണ്ട എമൗണ്ട് 6,01,000 രൂപയായിട്ട് കുറയും അല്ലേ. 7,07,000 നിന്ന് 1,06,000 രൂപ കുറയ്ക്കുമ്പോൾ 6,01,000 രൂപയായിരിക്കും നമ്മൾ ലോൺ എടുക്കേണ്ടി വരിക ബാങ്കിൽ പോയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന EMI, മന്ത്ലി EMI 9,700 രൂപ ആയിരിക്കും. ഓക്കെ ആണല്ലോ. 7 വർഷക്കാലത്തേക്ക് 6,01,000 രൂപ ലോൺ എടുക്കുമ്പോൾ 9,700 രൂപയാണ് EMI വരിക. ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം. നിങ്ങളിവിടെ 2 lakhs ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നേരത്തെ 1,00,000 സംതിങ് ആയിരുന്നു, പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ അധികം ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ 2 lakhs നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ 5,07,000 രൂപയായിട്ട് ലോൺ എമൗണ്ട് കുറയും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ EMI എത്രയായിരിക്കും, 8,100 രൂപയായിട്ട് EMIയും കുറഞ്ഞു കിട്ടും. കാരണം ലോൺ എമൗണ്ട് കുറയുന്നു, EMIയും കുറയുന്നു. ഓക്കെ, സോ ഇനി 2 lakhs അല്ല, നിങ്ങൾ 3 lakhs വരെ അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലോ ആ ഒരു കേസ് നമുക്ക് നോക്കാം. 3 ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ലോൺ എമൗണ്ട് 4,07,000 രൂപയായിട്ട് വരും. സോ ആ കേസിൽ മന്ത്ലി EMI 6,500 രൂപയായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 7 വർഷക്കാലത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളായിരുന്നു. സോ ചില ആളുകളെങ്കിലും ചിന്തിക്കും 7 വർഷം ഒരു വലിയ കാലാവധി അല്ലേന്ന്. നിങ്ങൾക്കൊരു 5 വർഷം കൊണ്ട് ലോൺ അടയ്ക്കാനുള്ള പരിപാടിയാണ് നിങ്ങളെങ്കിൽ അതിന് നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് എല്ലാം വ്യത്യാസം വരിക നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ കേസിൽ ബാക്കിയെല്ലാം സെയിം ആണ്. എന്താണ് വ്യത്യാസം, ലോണിൻ്റെ കാലാവധി 7 ഇയേഴ്സ് ഉള്ളത് 5 ഇയേഴ്സ് ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കേസായ മിനിമം ഡൗൺ പേയ്മെൻറ്റ് 1,06,000 രൂപ എന്ന മിനിമം ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ എമൗണ്ട് 6,01,000 ആയിരിക്കും. ഇവിടെ 5 ഇയേഴ്സിലേക്ക് ആയതുകൊണ്ട് മന്ത്ലി EMI 12,500 രൂപയായിട്ട് വരും. ഓക്കെ, കുറച്ച് EMI കൂടി, കാരണം നമ്മൾ ലോണിൻ്റെ കാലാവധി ഇവിടെ കുറച്ചിരിക്കുകയാണല്ലേ, പെട്ടെന്ന് ലോൺ അടയ്ക്കാനുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ 5 ഇയേഴ്സിലേക്ക് 12,500 വരും. ഇനി ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ 2 lakhs അടയ്ക്കുകയാണെങ്കിലോ, ഡൗൺ പേയ്മെൻറ്റ് 2 lakhs ആകുമ്പോൾ ഉള്ള വ്യത്യാസം കാണിച്ചു തരാം. ഡൗൺ പേയ്മെൻറ്റ് 2 lakhs ആകുമ്പോൾ ഇവിടെ ലോൺ എമൗണ്ട് വ്യത്യാസം വരുന്നു, 5,07,000 രൂപയാവുന്നു. ആ കേസിൽ മന്ത്ലി EMI കുറയുന്നു, 10,500 രൂപയായിട്ടാവും. ഓക്കെ, സോ ഇനി നിങ്ങൾ 3 lakhs ആണെങ്കിലോ, ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ 3 ലക്ഷം വരെ അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലോൺ എമൗണ്ട് ഇവിടെ 4,07,000 രൂപയായിട്ട് കുറയും. ആ കേസിൽ നിങ്ങളുടെ മന്ത്ലി EMI 8,500 രൂപയും ആവും. സോ നിങ്ങൾ 5 വർഷക്കാലത്തേക്ക് 9% പലിശ നിരക്കിലാണ് ഈ വാഹനം വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ മന്ത്ലി EMI ഏകദേശം 8,500 രൂപയോളായിരിക്കും. ഓക്കെ, സോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. നമ്മൾ നേരത്തെയും പറഞ്ഞു, നിങ്ങളുടെ ഡീലറായിട്ടും ബാങ്കുമായിട്ടും ബന്ധപ്പെടണം. കാരണം സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇൻട്രസ്റ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പല ബാങ്കുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സോ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങുക. ആക്സസറീസിൻ്റെ വിലയൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഡീലേഴ്സായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, സോ ഇതേപോലെയുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാൻ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
താങ്ക്